എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, സേവർ ഇംപ്രൂവ്മെൻറ്റ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റുകൾ സ്കൂളുകളിൽ നിന്നും ജൂൺ 17-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാൾ ടിക്കറ്റുകൾ നിങ്ങൾ കൈപ്പറ്റേണ്ടതുമാണ്. ഹാൾ ടിക്കറ്റുകൾ ലഭിക്കുന്ന സമയത്ത് അതിൽ നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹാൾ ടിക്കറ്റിൽ എന്തെങ്കിലും വിവരങ്ങൾ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രിൻസിപ്പാളിനോട് ആ ഒരു കാര്യങ്ങൾ പറയുകയും അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു ഹാൾ ടിക്കറ്റ് കറക്റ്റായിട്ട് തരുന്നതും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിലുള്ള നിങ്ങളുടെ ഫോട്ടോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റാണ്, അതിലുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് ഹാൾ ടിക്കറ്റിലെ എന്തെങ്കിലും വിവരങ്ങൾ, അത് ഫോട്ടോ ഉൾപ്പെടെ എന്തെങ്കിലും വിവരങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും അത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ജൂൺ 17 മുതലാണ് വിദ്യാർത്ഥികളുടെ ഹാൾ ടിക്കറ്റ് ലഭ്യമാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഹാൾ ടിക്കറ്റുകൾ സ്കൂളിൽ പോയിട്ട് വാങ്ങിക്കേണ്ടതാണ്. അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലും ഈ ഒരു +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളും പോയിട്ട് ഹാൾ ടിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ജൂൺ 23-ാം തീയതി മുതലാണ് ഈ വർഷത്തെ +2 സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏതൊക്കെ വിഷയങ്ങളാണോ ഈ ഒരു അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്നത് അതിനനുസരിച്ച് നിങ്ങൾ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് എന്നുള്ള കാര്യം സ്കൂളിൽ നിന്നും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നിലവിൽ ഈ ഒരു +2 പരീക്ഷ എഴുതിയിട്ടുള്ള സ്കൂൾ ആയിരിക്കില്ല ഈ ഒരു +2 എക്സാമിനേഷൻ്റെ സെൻറ്റർ ഉണ്ടായിരിക്കുക. തൊട്ടടുത്തുള്ള ഏതെങ്കിലും സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിനേഷൻ ഉണ്ടാവുക. കാരണം ഈ ഒരു സേവർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം പബ്ലിക് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളെ നോക്കുമ്പോൾ കുറവാകുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ അവൈലബിലിറ്റി അനുസരിച്ചുകൊണ്ട് ജില്ലയിലെ വിവിധ സ്കൂളുകളെ ക്ലബ്ബുകളാക്കി, അങ്ങനെ ക്ലബ്ബുകളാക്കിയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു സ്കൂളുകൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ തന്നെ പോയിട്ട് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.